ഹോളിവുഡ് സിനിമകളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു കർണാടകയിലെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. കൈകാല് വെട്ടിയതും മാനഭംഗം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള പെൺകുട്ടികളുടെ അടക്കം 100ഓളം മൃതദേഹങ്ങൾ താൻ അടക്കം ചെയ്തു എന്നാണ് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഒന്ന് നടുങ്ങി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് കുഴിക്കലും ആരംഭിച്ചിരുന്നു. 13 പോയിന്റുകളായിട്ട് വേർതിരിച്ച് നടത്തിയ കുഴിച്ചിലിൽ 100ഓളം അസ്ഥികളും നിരവധി തലയോട്ടികളും കണ്ടെത്തി എന്നാണ് ഇന്ത്യ ടുഡേയും ന്യൂസ് 18 പറയുന്നത്. ഈ ഒരു സംഭവത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഒറ്റ അസ്ഥി പോലും കിട്ടിയിട്ടില്ല എന്നും ഇപ്പോൾ കുഴിക്കൽ നടക്കുന്ന 13ാം പോയിന്റിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ SITക്ക് നിർദ്ദേശം നൽകി എന്നുമാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയെന്നും ഇനിയും വ്യക്തമല്ല. SIT ഉദ്യോഗസ്ഥരാവട്ടെ ഒരു കാര്യവും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമില്ല. സാക്ഷിയുടെ മൊഴി അനുസരിച്ച് ഏറ്റവും കൂടുതൽ മൃതദേഹം കിട്ടേണ്ടതും ഇപ്പോൾ കുഴിച്ചിൽ നടക്കുന്ന 13ാം പോയിന്റിൽ നിന്നാണ്. എന്നാൽ ഇവിടെ നിന്നും യാതൊന്നും കിട്ടിയില്ലേ എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഖനനം 1-2 ദിവസത്തിനകം തീരുമെന്നും ഉറപ്പായിട്ടുണ്ട്. സാക്ഷി പറഞ്ഞ പ്രകാരമുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയില്ലെങ്കിലും കുറേയേറെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായിട്ട് ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കര 13 ഭാഗങ്ങളിലാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. സൈറ്റ് നമ്പർ 6-ൽ നിന്ന് ഒരു അസ്ഥികൂടം ലഭിച്ചുവെന്നും ആക്ഷൻ കമ്മിറ്റിയും ഇരകളുടെ അഭിഭാഷകനും പറഞ്ഞിരുന്നു. അതിനുശേഷം 15-നടുത്ത് നിന്നാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. കണ്ടെത്തിയ അസ്ഥികളിൽ 5 പല്ല്, 1 താടിയല്ല്, 2 തുടയല്ല്, ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായിട്ട് ഫോറൻസിക് പരിശോധന നടത്തുമെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. 11ാം പോയിന്റിൽ നിന്ന് മാറി നടന്ന തിരച്ചിലിനാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത്. ഇങ്ങനെ കാട്ടിൽ 3 മീറ്റർ കുഴിച്ചപ്പോഴാണ് നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ SIT ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ധർമ്മസ്ഥലയിലെ ധർമാധികാരിയായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. എന്നാൽ തനിക്ക് സംഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചത്. വീരേന്ദ്ര ഹെഗ്ഡെക്ക് പിന്തുണയുമായിട്ട് ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷമായിട്ടുള്ള BJP രംഗത്തുണ്ട്. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിലെ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവായ R. അശോക രംഗത്ത് വന്നത്. ധർമ്മസ്ഥല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മംഗളൂരിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. 1980-കൾ മുതൽ തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കൊലപാതകങ്ങൾക്കെതിരെ സ്ഥലത്തെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ 4 പതിറ്റാണ്ടിലധികമായി നടന്നു വരുന്നുണ്ട്. 1987-ൽ പത്മലത എന്ന 17-കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ പ്രകടനവും നടന്നു. 2012-ൽ സൗജന്യ എന്ന പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കർണാടകയിൽ ആകമാനം പ്രതിഷേധങ്ങൾ ഉയർത്തി. അതുപോലെ 2003-ൽ അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണാതായപ്പോഴും ഈ ഒരു സമരങ്ങളും നിവേദനങ്ങളും എല്ലാം ഉണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ പ്രദേശത്ത് ശക്തമായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് കാണാനായത്. ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗമായ ജയന്ത് T മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിവരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ വേദവല്ലി എന്ന ടീച്ചറെ തീ കൊളുത്തി കൊന്ന സംഭവം, അത് കണ്ട് അവരുടെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ ആ സംഭവം എല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. യമുന, പത്മലത തുടങ്ങിയ നിരവധി പേരുകൾക്കൊപ്പം പേരറിയാതെ 100 കണക്കിന് ആളുകളുടെ ശവപ്പറമ്പാണ് ധർമ്മസ്ഥല എന്നാണ് ജയന്ത് T പറയുന്നത്. എത്ര പേര് കൊല്ലപ്പെട്ടിരിക്കുമെന്ന ചോദ്യത്തിന് 1000-ഓ 2000-ഓ ഉണ്ടായിരിക്കുമെന്ന ജയന്തിന്റെ മറുപടി. പക്ഷേ ഇപ്പോഴും കാണാതായവർ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനുമായിട്ടില്ല.